ഇത്തവണ ഓണത്തിന് അടപ്രഥമനും സേമിയ പായസവും വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും ബോളി കൂട്ടിയുള്ള പായസം കഴിക്കാൻ സാധിച്ചില്ല. അങ്ങനെ കൂട്ടുകാരനെ എയർപോർട്ടിൽ വിട്ടിട്ട് വരുന്ന വഴി ഒരു ബോളിക്കട കണ്ടു. ഞാൻ ചെന്നപ്പോൾ അവിടെ ബോളി നിർമ്മാണവും നടക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ശരിയാക്കി വെച്ച മാവ് ചേച്ചി പീസായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേട്ടൻ അത് നന്നായി പരത്തി ഒരു പാത്രത്തിലേക്ക് വെക്കുന്നു. മറ്റൊരു ചേട്ടൻ അത് കൊണ്ടുപോയി താണ്ട ചുട്ടെടുക്കുകയാണ്. ആദ്യം ചൂടായി കിടക്കുന്ന കല്ലിൽ പരത്തി വെച്ച ബോളിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം തിരിച്ചിടുന്നു. ഇത് തിരുവനന്തപുരം എയർപോർട്ടിൽ എൻ്റെ കൂട്ടുകാരനെ വിട്ടിട്ട് വരുന്ന വഴി വെഞ്ഞാറമൂടാണ് ഞാൻ ഈ ബോളിക്കട കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നെയ്യാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതോടെ നമ്മുടെ ബോളി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബോളിയും എടുത്തെടുത്ത് നമ്മുടെ ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഈ മാറ്റി വെച്ചേക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഒരു വാഴയിലക്കകത്ത് ഇങ്ങനെ റൗണ്ടിനാണ് വെച്ചേക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് ഞാൻ വാങ്ങുന്നുണ്ട്. നെയ്ബോളി എന്നാണ് ഇതിൻ്റെ പേര്. 3-4 ദിവസം വീട്ടിൽ നോൺ വെജ് ആയിരുന്നു. ഇന്ന് ചിക്കൻ മേടിച്ച് കൊടുത്തിട്ടാണ് പോയത്. വന്നപ്പോഴത്തേക്കിന് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. സേമിയ പായസം വഴിയിലാണ് ഉണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടി നോക്കിയിരുന്നു. പക്ഷേ വഴിയിലൊന്നും കണ്ടില്ല. പിന്നെ വീട്ടിൽ തന്നെ വിളിച്ചു പറഞ്ഞു. വീട്ടിൽ അത് ഉണ്ടാക്കി നമ്മുടെ ബോളി കൊണ്ട് പാത്രത്തിൽ വെച്ചു. അതിനകത്ത് സേമിയ പായസം ഒഴിച്ച് ഇങ്ങനെ ചുരുട്ടി പിച്ചി കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.